മത്സരം അധിക സമയത്തേക്ക് പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കെയാണ് അത് സംഭവിക്കുന്നത്. എക്സ്ട്രാ ടൈമിലേക്ക് വിസിലൂതാൻ അപ്പോഴുണ്ടായിരുന്നത് മിനിറ്റുകൾ മാത്രം. ബോക്സിനു തൊട്ടു വെളിയിൽ നിന്ന് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ബ്രൂണോ ഗ്യുമറേസ് നൽകിയ പന്ത് മാർട്ടിനെല്ലി പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തട്ടിയിടുന്നു. ഗാലറിയിലെ മഞ്ഞക്കടൽ ഇരമ്പിയാർക്കുന്നു. ലോകം മുഴുവൻ ജോഗോ ബൊണീറ്റോ എന്നാർത്തു വിളിക്കുന്നു. അതെ, കാനറീസ് ആർ ബാക്ക്. മെഷീൻ ഗണ്ണുകളുമായി വന്ന സാമുറായികളെ തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക്. അവസാനം വരെ ഒരു സിസ്റ്റം പോലെ കാനറികളുടെ എല്ലാ നീക്കങ്ങളും സ്റ്റോപ്പ് ചെയ്ത ജപ്പാൻ കണ്ണീരോടെ പുറത്തേക്ക്. ആദ്യ ഗോൾ നേടുന്നത് വരെ ജപ്പാന്റെ നീക്കങ്ങളെല്ലാം ശരിയായിരുന്നു. ജപ്പാന്റെ മെഷീൻ പ്ലേക്കെതിരെ ബ്രസീലിന്റെ മനുഷ്യന്മാർ വിയർത്തു തന്നെയാണ് തുടങ്ങിയത്. കൈഷു സനോ നേടിയ ആദ്യ ഗോളിലും അവരുടെ വേഗവും ബ്രസീൽ മനുഷ്യരുടെ പിഴവുമുണ്ടായിരുന്നു. എന്നാൽ ഗോൾ വലയിൽ കയറിയ ശേഷം ഉണർന്നു കളിച്ച ബ്രസീലിന് ഹാഫ് ടൈമിനിടയിലുള്ള കാർലോയുടെ ഉപദേശം കൂടിയായതോടെ കാലിൽ സാമ്പ താളം കയറി. ജപ്പാന്റെ സിസ്റ്റമാറ്റിക് പ്ലേയെ ബ്രസീൽ കാർലോ പ്ലാനിലൂടെ പൊളിച്ചടിച്ചു. ആദ്യ പകുതിയിലെ നിരാശക്ക് ഗോളിലൂടെ കസമീറോയുടെ പ്രായശ്ചിത്തം. പ്രതിരോധ താരം ഗബ്രിയേൽ ബോക്സിനുള്ളിലേക്ക് ഉയർത്തി നൽകിയ ക്രോസാണ് താരം ഹെഡറിലൂടെ വലയിലാക്കിയത്. അതിനിടയിൽ വിനീഷ്യസിന്റെ തുടർച്ചയായ ആട്ടത്തിൽ ജപ്പാൻ മെഷീനുകളും വിയർക്കാൻ തുടങ്ങി. എക്സ്ട്രാ ടൈമിലേക്ക് പോയാലും കളി കാനറികൾ തന്നെ സീൽ ചെയ്യുമെന്ന് തോന്നിപ്പിച്ച സമയത്താണ് നിരന്തര ആക്രമണങ്ങൾക്കൊടുവിൽ കളി തീരാൻ സെക്കൻഡ് ബാക്കി നിൽക്കെ മാർട്ടിനെല്ലിയുടെ അർഹിച്ച വിജയ ഗോൾ വന്നത്. ബ്രൂണോ ഗ്യുമറേസിന്റെ ഈ ലോകകപ്പിലെ 4ാമത്തെ അസിസ്റ്റ് കൂടിയായിരുന്നു അത്. റൗണ്ട് ഓഫ് 32 കടന്ന ബ്രസീലിന് പ്രീ ക്വാർട്ടറിൽ ഇനി എതിരാളികളാകുക നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിലെ വിജയികൾ. കാത്തിരിക്കാം ആ പോരാട്ടത്തിനായി.